അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഹജ്ജിൻ്റെ 5-ാം ദിവസം അഥവാ ദുൽഹിജ്ജ 12 അയ്യാമുത്ത് തശ്രീഖിൻ്റെ 2-ാമത്തെ ദിവസം ഹാജിമാർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ക്ലിപ്പിലൂടെ പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ളുഹറിന് ശേഷം ജംറകളിലേക്ക് പോവുക. 21 വളരെ ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ട് ജംറയിലേക്ക് പോവുക. ആദ്യം ജംറത്തു സുഗറയിൽ 7 കല്ലുകൾ എറിയുക. ഓരോ കല്ലുകളും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എറിയേണ്ടത്. ജംറത്തു സുഗറയിൽ എറിഞ്ഞതിന് ശേഷം തിരക്കുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജംറത്തു സുഗറ ഇടതുഭാഗത്ത് ആകുന്ന രൂപത്തിൽ ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക. അതിനുശേഷം ജംറത്തുൽ വുസ്തയിലേക്ക് പോവുക. ജംറത്തുൽ വുസ്തയിൽ 7 കല്ലുകൾ എറിയുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കല്ലുകളും എറിയുക. ശേഷം ജംറത്തുൽ വുസ്ത വലതുഭാഗത്താകുന്ന രൂപത്തിൽ ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി നന്നായി പ്രാർത്ഥിക്കുക. ശേഷം ജംറത്തുൽ അഖബയിലേക്ക് അഥവാ ജംറത്തുൽ കുബറയിലേക്ക് പോവുക. ജംറത്തുൽ കുബറയിൽ 7 കല്ലുകൾ എറിയുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കല്ലുകളും എറിയേണ്ടത്. ജംറത്തുൽ കുബറയിൽ എറിഞ്ഞതിന് ശേഷം അവിടെ പ്രാർത്ഥനയില്ല. മിനായിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഈ ദിവസം ഏറ് കഴിഞ്ഞ് മിന വിടുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മിന വിടേണ്ടതാണ്. മിന വിട്ടതിന് ശേഷം മക്കയിൽ പോയി വിദാഇൻ്റെ തവാഫ് ചെയ്യുക. ഇതോടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ആർ ദുഷിച്ച വാക്കും പ്രവൃത്തിയും ഉപേക്ഷിച്ച് ഹജ്ജ് നിർവഹിച്ചുവോ അയാൾ ഉമ്മ അയാളെ പ്രസവിച്ച ദിവസത്തെപ്പോലെ പരിശുദ്ധനായാണ് മടങ്ങിപ്പോവുക. അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.